ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തേങ്ങാപ്പാൽ ഒഴിച്ച് നൈസ് പത്തിരിയും അതേപോലെ തേങ്ങാക്കൊത്തും കുരുമുളകും ഇട്ട് വരട്ടിയെടുത്ത ബീഫ് റോസ്റ്റും ആർക്കല്ല ഇഷ്ടമല്ലാത്തത്. സത്യം പറഞ്ഞാൽ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കണ്ണ് കാണൂല, അത്രയ്ക്കും അപാര ടേസ്റ്റാണ്. എന്തായാലും നോൺ വെജ് കഴിക്കുന്നവരാരും ഇത് കഴിക്കാതെ പോയിട്ടുണ്ടാവില്ല, അമ്മാതിരി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താറിന് വേണ്ടി തയ്യാറാക്കിയാണ് ഈ പത്തിരിയും ബീഫും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ 4 ഗ്ലാസ് അളവിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പത്തിരിക്ക് മാവ് കുഴയ്ക്കാൻ വേണ്ടിയാണ് ഈ 4 ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്നത് 2.5 ഗ്ലാസ് അരിപ്പൊടിയാണ്. 2.5 ഗ്ലാസ് അരിപ്പൊടിക്കാണ് 4 ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത്. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ അരിപ്പൊടി എടുക്കുന്നത് ആ ഗ്ലാസ് അളവിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. അളന്നെടുത്ത ആ 2.5 ഗ്ലാസ് മാവും ഇതേപോലെ വിതറി വേണം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഹൈ ഫ്ലെയിമിൽ വേണം ഇതേപോലെ മാവിട്ട് കൊടുക്കാൻ. എന്നിട്ടെടുത്ത് തവിയുടെ പിടിഭാഗം വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി മിക്സാക്കി കൊടുക്കാൻ വേണ്ടി. വെള്ളവും മാവും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിച്ച് അവിടെ ഇവിടെ ഇരിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് പതുക്കെ നമുക്ക് വെള്ളം തൊട്ടൊന്ന് അയച്ചു കൊടുക്കാം. നല്ല ചൂടാണ്, കൈ പൊള്ളാതെ ഇതുപോലെ വെള്ളം തൊട്ട് പതുക്കെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് ആറാൻ വെക്കാം. നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നന്നായിട്ട് അയച്ചെടുക്കാം. അപ്പം മാവ് ഇവിടെ ഒരു വിധത്തിലൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മാവ് നന്നായിട്ട് വെന്തത് കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് പരത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒരുപാട് അങ്ങ് ആയാസപ്പെട്ട് നമുക്കത് അയച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമുക്ക് കയ്യിലിട്ട് ഇതേപോലെ നീളത്തിൽ നിന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അതൊന്നും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ, വലിയ പാടൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇതിൽ ഞാൻ വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഹോട്ടൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം തൊട്ട് തന്നെയാണ് ഇതങ്ങ് ഉരുട്ടിയെടുക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ മാവും ഞാൻ ഇതേപോലെ ഉടനെ അങ്ങ് ബോൾസാക്കി വെക്കത്തില്ല. പകുതി ഭാഗം മാത്രം എടുത്തിട്ട് ഇതേപോലെ ബോൾസാക്കി വെക്കത്തുള്ളൂ. അത് പരത്തിയതിന് ശേഷമേ അടുത്ത മാവും അയച്ചിട്ട് ഇതേപോലെ ബോൾസാക്കി എടുത്ത് പരത്തത്തുള്ളൂ കേട്ടോ. ഒന്നിച്ചെടുത്ത് വെച്ചാൽ ചിലപ്പോൾ അത് മുറുകിപ്പോവും, പരത്താൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് പകുതി ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പരത്താൻ എടുക്കുന്ന പലകയും അതേപോലെ കുഴൽ നന്നായിട്ട് മാവിട്ട് പുരട്ടിയിട്ട് വേണം പരത്താൻ, അല്ലെങ്കിൽ നന്നായിട്ട് റോൾ ചെയ്ത് വരത്തില്ല. കുഴൽ നമ്മുടെ കൈ റോൾ ചെയ്യാൻ പറ്റത്തില്ല, ഒട്ടിപ്പിടിക്കും. അപ്പോൾ മാവ് നന്നായിട്ട് ആ കുഴലിലൊക്കെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പരത്താൻ എടുക്കാവൂ. പ്രസ്സിൽ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. പ്രസ്സിൽ ഞാൻ മെനക്കേടായതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നുള്ളൂ. എനിക്കിത് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. എന്നിട്ട് ഓരോ ഉരുളി എടുത്ത് അരിപ്പൊടിക്ക് അത് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് ഇതേപോലെ അങ്ങ് റൗണ്ടിലങ്ങ് പരത്തിയെടുത്താൽ മതി കേട്ടോ. എനിക്കിതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നുന്നത്. ഞാൻ പ്രസ്സിൽ പരത്തി നോക്കിയിട്ടുണ്ട്, എനിക്കത് ഒട്ടിപ്പിടിക്കുന്ന പോലെയും അല്ല ഒരു ഭാഗം കനവും ഒരു ഭാഗം കനക്കുറവ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് കുറേ നാളായിട്ട് ഇങ്ങനെ പലകെ തന്നെയാണ് പരത്തുന്നത്. കറക്റ്റ് റൗണ്ട് അല്ലെങ്കിലും ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പാന് അടുപ്പത്ത് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് പൊങ്ങി വരത്തില്ല. അപ്പം ഒന്ന് ചൂടായ ശേഷം നമുക്കിത് മറിച്ചിടണം. ഒന്ന് ചെറുതായിട്ടൊന്ന് പുക വരുമ്പം നമുക്കിത് ഒന്ന് മറിച്ചിടണം. മറിച്ചിട്ടതിന് ശേഷം ആ ഭാഗവും നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് കുമ്പള വരുമ്പം നമുക്കിനി തിരിച്ചിട്ട് നന്നായിട്ട് പപ്പടം പോലെ പൊളിച്ചെടുക്കാം. പത്തിരിക്കാണെങ്കിൽ ചപ്പാത്തിയുടെ പോലെയല്ല, നന്നായിട്ട് പൊങ്ങി വരണം, അല്ലെങ്കിൽ ഒട്ടും മയം കാണത്തില്ല. ശരിക്കും ഭയങ്കര കനവായിരിക്കും, തിന്നാൻ ഒരു മയം കാണത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരണം. അടുത്ത പത്തിരിയും ഞാൻ ചുടാൻ വേണ്ടി ഇട്ടേക്കുവാണ്. അപ്പോൾ എല്ലാ പത്തിരിയും ഞാൻ പരത്തി വെച്ചതിന് ശേഷം മാത്രമാണ് ചുടാൻ എടുത്തത് കേട്ടോ. അപ്പം എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ പരത്തതിൻ്റെ ഇടയ്ക്ക് ചുടാൻ നിന്ന് കഴിഞ്ഞാൽ ആ ചുടുന്ന ആ രീതി അത് തെറ്റിപ്പോവും. ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, പൊള്ളി വരത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാം പരത്തി വെച്ചതിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഈ ചുട്ടെടുക്കുന്ന പത്തിരി എല്ലാം ഞാൻ ഒരു ന്യൂസ് പേപ്പറിൽ നിരത്തിയിടും. നന്നായിട്ട് ചൂടറിയതിന് ശേഷം മാത്രമേ ഇത് അടുക്കിയെടുത്തിട്ട് പാത്രത്തിലാക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ആവി വെള്ളം വീണ് എല്ലാം ഒട്ടിപ്പിടിക്കും.
അതുകൊണ്ട് തന്നെ ഉടനെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റരുത്. ഇതേപോലെ നിരത്തി ചൂടെല്ലാം ആറിയിട്ട് വേണം പാത്രത്തിൽ എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ ഒരൊട്ടി പെട്ടെന്ന് അങ്ങ് ചീത്തയായി പോവും. ഇങ്ങനെ എടുത്ത് വെക്കുന്ന പത്തിരി നമ്മൾ 2 ദിവസം ചീത്തയാകാതിരിക്കും കേട്ടോ. അപ്പം ഇത് കഴിച്ചതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു 2 കഷ്ണം കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് റോസ്റ്റിന് തേങ്ങാക്കൊത്ത് മസ്റ്റാണല്ലോ. ആ ബീഫിൻ്റെ ചാറും ബീഫും കൂടെ കഴിക്കുന്ന കൂട്ടത്തിൽ തേങ്ങാക്കൊത്തും കൂടെ കടിക്കുമ്പം നല്ലൊരു ടേസ്റ്റല്ലേ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഒഴിവാക്കാൻ പാടില്ല. അതൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് വയറ്റിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇരട്ടത്തരം വലിപ്പത്തിലുള്ള 4 സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ 3/4 കിലോ ബീഫാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സവാളയാണ് ഞാൻ ഈ 4 എടുത്തിരിക്കുന്നത്. കുറച്ചൊന്ന് വയറ്റിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നമ്മൾ വയറ്റുമ്പോൾ അത് പെട്ടെന്ന് വഴണ്ടി കിട്ടിക്കോളും. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് നമ്മുടെ ഗരം മസാലപ്പൊടിയാണ്. ഈ സമയത്ത് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുമ്പോൾ സവാളയ്ക്കും മസാലയ്ക്കും നല്ലൊരു മണം കിട്ടും. ഇത് ചിക്കൻ കറി വെക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ സവാള വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ഈ ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കിത് മൂടി വെക്കാം. ഒരു 5 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഇനി മൂടി മാറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അരച്ച് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. ഇഞ്ചിയും വേറെ വെളുത്തുള്ളി വേറെയും പേസ്റ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ടീസ്പൂൺ എടുത്ത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ചിട്ട് ഞാൻ 2-3 മിനിറ്റും കൂടെ വേവിക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ട് ആ എണ്ണയിലെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അഥവാ മുളക് പൊടി ഉടനെ അങ്ങ് ചേർക്കുകയാണെങ്കിൽ അത് മല്ലിപ്പൊടി നന്നായിട്ട് മൂത്ത് വരത്തില്ല. മുളക് പൊടി പെട്ടെന്ന് അങ്ങ് മൂക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയും അതേപോലെ ഈ മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മല്ലിപ്പൊടിയുടെ മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. വലിയ 2 സൈസ് തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളി മസാലയോടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. കാരണം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കാം. ഉടച്ച് ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർക്കാം. ബീഫാണ് ഞാൻ നേരത്തെ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. എൻ്റെ ബീഫ് വേറെ അതുപോലെ സ്റ്റോക്ക് വേറെ ആയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വെള്ളമില്ലാതെ ബീഫ് മാത്രം ഞാൻ ഇട്ടൊന്ന് ആ മസാലയായിട്ട് പുരട്ടിയെടുക്കുകയാണ്. ഇങ്ങനെ പുരട്ടിയെല്ലാം എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് വെറ്റായിട്ടിരിക്കണമല്ലോ. ബീഫ് റോസ്റ്റ് അങ്ങനെയാണല്ലോ. കുറച്ചൊന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ആ സ്റ്റോക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി നമുക്ക് ബീഫ് മന്തി ഉണ്ടാക്കാനൊക്കെ നല്ലതാട്ടോ സ്റ്റോക്ക് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുവാണെങ്കിൽ. അതേപോലെ നമ്മൾ കടലക്കറി ഉണ്ടാക്കുമ്പോഴും കിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോഴും ഈ സ്റ്റോക്കിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ചേർക്കുവാണെങ്കിൽ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ആ സ്റ്റോക്കെല്ലാം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച കുരുമുളകാണ്. അത് 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ബീഫിന് ചതച്ച കുരുമുളക് ഇടാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഇതേപോലെ കൈ കൊണ്ടൊന്ന് ഞെരടിയ ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോഴും അതിൻ്റെ ഫ്ലേവർ ഒന്ന് നല്ലതായിട്ട് നിൽക്കും. അങ്ങനെ പത്തിരിയും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി എടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനൊരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച പത്തിരിയും അതേപോലെ കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട ബീഫ് റോസ്റ്റും എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആയിപ്പോയി, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലോ കേട്ടോ. എന്നാലും ഓക്കെ, താങ്ക് യു.